വെൽക്കം ബാക്ക്. ഇത് പർച്ചേസ് കൺസിഡറേഷന് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. സെക്ഷൻ നമ്പർ 3 എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പർച്ചേസ് കൺസിഡറേഷൻ്റെ കാൽക്കുലേഷൻ. സോ ഈ വർഷവും ചോദിക്കും എന്ന് നമുക്ക് വിചാരിക്കാം, ഉറപ്പിക്കാൻ പറ്റില്ല, കാരണം ക്വസ്റ്റ്യൻ നമ്മളെല്ലാം ഇട്ടത്. ഓക്കെ, സോ മേ ബി വരുമായിരിക്കും എന്ന് വിചാരിക്കുന്ന. സോ ഇപ്പോൾ ഒരുപാട് പേര് പേഴ്സണലി ഒരുപാട് സംശയങ്ങൾ ഈ പർച്ചേസ് കൺസിഡറേഷൻ റിലേറ്റ് ചെയ്തിട്ട് സെൻഡ് ചെയ്തിട്ടുണ്ടായി. സോ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോക്കകത്ത് പർച്ചേസ് കൺസിഡറേഷൻ്റെ ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ എക്സാമിന് വന്നാൽ എങ്ങനെയൊക്കെ സോൾവ് ചെയ്യണം, അതിലെന്തൊക്കെ ഡീറ്റെയിൽസ് വരാമെന്ന് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, സോ രണ്ട് കമ്പനി ഉണ്ട്, എ ലിമിറ്റഡും ബി ലിമിറ്റഡും. ഓക്കെ, എ ലിമിറ്റഡ് ബി ലിമിറ്റഡ് എ ലിമിറ്റഡിന് വാങ്ങിച്ചു, ബി ലിമിറ്റഡ് എ ലിമിറ്റഡിന് വാങ്ങിച്ചു. സോ എ ലിമിറ്റഡ് ക്ലോസ് ചെയ്യുന്നു ആൻഡ് ബി ലിമിറ്റഡ് ഉണ്ടാവുന്നു, റൈറ്റ്? ഓക്കെ, സോ ഈ ക്ലോസ് ചെയ്യാൻ പോകുന്ന കമ്പനി ബി ലിമിറ്റഡ് വാങ്ങിക്കുമ്പം ബി ലിമിറ്റഡ് എ ലിമിറ്റഡിന് എന്തെങ്കിലും പൈസ കൊടുക്കണം അല്ലേ? ഒരാൾ സാധനം വാങ്ങിക്കുമ്പോൾ എന്തായാലും എന്തെങ്കിലും കൊടുക്കണ്ടോ? സോ എ ലിമിറ്റഡ് ഈസ് ഗോയിങ് ടു ക്ലോസ്. എ ലിമിറ്റഡ് ആര് വാങ്ങിച്ചു? ബി ലിമിറ്റഡ്. സോ ബി ലിമിറ്റഡ് എ ലിമിറ്റഡിന് ഹാവ് ടു മേക്ക് പേയ്മെൻറ്റ് നടത്തണം അല്ലേ? ഈ പേയ്മെൻറ്റിനെയാണ് നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ കമ്പനീനെ നമ്മൾ ട്രാൻസ്ഫറർ കമ്പനി എന്ന് വിളിക്കും. ഈ കമ്പനീനെ നമ്മൾ ട്രാൻസ്ഫറി കമ്പനി എന്ന് വിളിക്കും. ഓക്കെ, ട്രാൻസ്ഫറി കമ്പനി ട്രാൻസ്ഫറർ കമ്പനിക്ക് കൊടുക്കുന്ന പേയ്മെൻറ്റിനെ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് വിളിക്കും. അപ്പോൾ എ ലിമിറ്റഡിൽ ആർക്കാണ് ഈ പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കേണ്ടത്? എ ലിമിറ്റഡ്, അതായത് ട്രാൻസ്ഫറർ കമ്പനിയുടെ ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡറും ആവാം, പ്രിഫറൻസ് ഷെയർ ഹോൾഡറും ആവാം. അപ്പോൾ ഒന്നും കൂടി എക്സ്പ്ലനേഷൻ വരുമ്പം പർച്ചേസ് കൺസിഡറേഷന് പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ആരാ പേ ചെയ്യുന്ന? ട്രാൻസ്ഫറി കമ്പനി ടു ദി ഷെയർ ഹോൾഡർ ഓഫ് ദ ട്രാൻസ്ഫറർ കമ്പനി. ഇനി ഈ പർച്ചേസ് കൺസിഡറേഷൻ ഏതൊക്കെ ഫോമിൽ കൊടുക്കാമെന്ന് അറിയടോ? ക്യാഷ് ആയിട്ട് കൊടുക്കാം, ഇക്വിറ്റി ഷെയർ ആയിട്ട് കൊടുക്കാം, പ്രിഫറൻസ് ഷെയർ ആയിട്ട് കൊടുക്കാം, ഡിബഞ്ചർ ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷൻ ആയിട്ടും കൊടുക്കാം. ഓക്കെ, സോ പർച്ചേസ് കൺസിഡറേഷൻ പേയ്മെൻറ്റ് ഇവർക്ക് രണ്ടുപേർക്കും കിട്ടുന്ന പേയ്മെൻറ്റിനെയാണ് പർച്ചേസ് കൺസിഡറേഷൻ വിളിക്കുക. ബട്ട് എങ്ങനെയൊക്കെ കൊടുക്കാമെന്ന് ചോദിക്കുക, ക്യാഷ്, ഇക്വിറ്റി, പ്രിഫറൻസ് ആൻഡ് ഡിബഞ്ചർ എന്തായിട്ട്. ഓക്കെ, എനി മോഡിലും പേയ്മെൻറ്റ് നടത്താം. സോ മെയിൻലി ഈ 4 മോഡിലായിരിക്കും പേയ്മെൻറ്റ് ഉണ്ടാവാം. ക്ലിയർ ആണേ? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ. ഡിബഞ്ചർ ഹോൾഡർ, ഇതായത് എ ലിമിറ്റഡിൻ്റെ ഡിബഞ്ചർ ഹോൾഡറിന് ബി ലിമിറ്റഡ് ഒരു 10,000 രൂപ കൊടുത്തു. അഗെയിൻ റിപ്പീറ്റിംഗ്, എ ലിമിറ്റഡിൻ്റെ ഡിബഞ്ചർ ഹോൾഡറിന് ബി ലിമിറ്റഡ് ഒരു 10,000 രൂപ കൊടുത്തു. ഈസ് ഇറ്റ് പർച്ചേസ് കൺസിഡറേഷൻ? നോ. ആൻസർ ഇസ് നോ. വൈ? ഡിബഞ്ചർ ഹോൾഡറിന് കൊടുക്കുന്ന പേയ്മെൻറ്റിന് എന്തായിട്ട് കൂട്ടൂല? പർച്ചേസ് കൺസിഡറേഷനായിട്ട് കൂട്ടൂല. പർച്ചേസ് കൺസിഡറേഷനായിട്ട് കൂട്ടുക ആർക്ക് കൊടുക്കുന്ന എമൗണ്ട് മാത്രമോ? ഇക്വിറ്റി ഷെയർ ഹോൾഡർ ആൻഡ് പ്രിഫറൻസ് ഷെയർ ഹോൾഡർ. കോമൺ ആയിട്ട് കുട്ടികളെ ഒരു ഡൗട്ടാണിത്. ഡിബഞ്ചർ ഹോൾഡറിന് എന്തെങ്കിലും പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അത് എടുക്കണോ? എടുക്കേണ്ട കാര്യം ഇല്ല. ഓക്കെ, പർച്ചേസ് കൺസിഡറേഷനിൽ അത് വരില്ല. ഓക്കെ, അഗെയിൻ അതിൻ്റെ ഡീറ്റെയിൽഡ് വേർഷൻ വി വിൽ ഡിസ്കസ് ഇറ്റ് ലേറ്റർ. ഓക്കെ ആണേ? ഇനി പർച്ചേസ് കൺസിഡറേഷൻ നമുക്ക് 3 രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്ന് ലംസം മെത്തേഡ് എന്ന് പറയും. ലംസം ആണെങ്കിൽ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയും 1 crore ആണ് പർച്ചേസ് കൺസിഡറേഷൻ. ഡയറക്റ്റ്ലി നമുക്ക് ആ ഒരു എമൗണ്ട് തരും, നമുക്ക് കാൽക്കുലേഷൻ്റെ ആവശ്യമൊന്നുമില്ല. രണ്ടാമത്തെ മെത്തേഡാണ് നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് ആൻഡ് ദ ലാസ്റ്റ് മെത്തേഡ് ഇസ് നെറ്റ് അസറ്റ് മെത്തേഡ്. ഇൻട്രിൻസിക് വാല്യൂ മെത്തേഡ് ഞാൻ തൽക്കാലം സ്കിപ്പ് ചെയ്യുന്നത്. സോ ഇതായിരിക്കും നമ്മുടെ ഈ വീഡിയോക്കകത്തിട്ടുള്ള കോൺസെൻട്രേറ്റ് ചെയ്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ. നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് ആൻഡ് നെറ്റ് അസറ്റ് മെത്തേഡ്. നമുക്ക് നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പ്രത്യേകം എടുത്ത് ചോദിച്ചാൽ എങ്ങനെ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യനിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ഓക്കെ, പേയ്മെൻറ്റിനെയാണ്. പേയ്മെൻറ്റ് ടു ഹൂം? പേയ്മെൻറ്റ് ടു ഷെയർ ഹോൾഡർ ഓഫ്
പേയ്മെൻറ്റ് ടു ഷെയർ ഹോൾഡർ ഓഫ് ട്രാൻസ്ഫറർ കമ്പനി. ഇല്ലാണ്ടാവുന്ന കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്ത പേയ്മെൻറ്റിലാണ് നിങ്ങളുടെ കോൺസെൻട്രേഷൻ പോകേണ്ടത്. ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡറും ആവാം, പ്രിഫറൻസ് ഷെയർ ഹോൾഡറും ആവാം. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കാം. ക്വസ്റ്റ്യനിൽ എവിടെയാണോ ഇക്വിറ്റി ഷെയർ ഹോൾഡറിൻ്റെ പേയ്മെൻറ്റ് കൊടുത്തത്, അതായത് ട്രാൻസ്ഫറി കമ്പനി, പുതിയ കമ്പനി, ട്രാൻസ്ഫറർ കമ്പനീൻ്റെ ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് എങ്ങനെ പേയ്മെൻറ്റ് ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസ് തപ്പിയെടുക്കുക. ട്രാൻസ്ഫറർ കമ്പനിയുടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡറിന് എന്ത് പേയ്മെൻറ്റ് നടത്തി എന്നുള്ളത് ക്വസ്റ്റ്യനിൽ എവിടെയാണോ ഉള്ളത് അതെടുക്കുക. അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? പർച്ചേസ് കൺസിഡറേഷൻ കിട്ടി. ചില ക്വസ്റ്റ്യനിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡർ മാത്രമേ ഉണ്ടാവൂ. സോ അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വസ്റ്റ്യൻ. അപ്പോൾ രണ്ടുപേരും തന്നാൽ രണ്ടുപേരെയും എടുക്കണം. ക്വസ്റ്റ്യനിൽ വേറെ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിലും അതൊന്നും നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. ഇഗ്നോർ ഇറ്റ്. ഓൺലി കോൺസെൻട്രേഷൻ നിങ്ങളുടേത് എവിടെയായിരിക്കണം? ഇക്വിറ്റി ഷെയർ ഹോൾഡർ ഓഫ് ദ ട്രാൻസ്ഫറർ കമ്പനിക്ക് ട്രാൻസ്ഫറി കമ്പനി എങ്ങനെ പേയ്മെൻറ്റ് നടത്തി, പ്രിഫറൻസ് ഷെയർ ഹോൾഡർ ഓഫ് ദ ട്രാൻസ്ഫറർ കമ്പനിക്ക് ട്രാൻസ്ഫറി കമ്പനി എങ്ങനെ പേയ്മെൻറ്റ് നടത്തി. ഈ രണ്ടെണ്ണം മാത്രമേ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യം ഉള്ളൂ. ഡിബെഞ്ചർ ഹോൾഡറിന് കൊടുത്ത പേയ്മെൻറ്റോ കോസ്റ്റ് ഓഫ് വൈൻഡിങ് അപ്പ് അല്ല എക്സ്പെൻസ് ഓഫ് വൈൻഡിങ് അപ്പ് ഇങ്ങനെ പറയുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവുക. ഒന്നാമത് ഞാൻ പറഞ്ഞ ഇക്വിറ്റി പ്രിഫറൻസിന് അടുത്ത് മാത്രം നോക്കുക. ഓക്കെ. ഇനി ഇവരടുത്ത് പേയ്മെൻറ്റ് മേ ബി ഇൻ എനി ഫോം. പേയ്മെൻറ്റ് എന്ത് ഫോമിലും ആവാം. അത് ചിലപ്പം ഡിബെഞ്ചറിൻ്റെ ഫോമിലാവാം, ക്യാഷിൻ്റെ ഫോമിലാവാം, ഇക്വിറ്റി ഷെയറിൻ്റെ ഫോമിലാവാം, പ്രിഫറൻസ് ഷെയറിൻ്റെ. ബട്ട് പേയ്മെൻറ്റ് ആർക്ക് നടത്തുന്നതായിരിക്കണം? ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ്. ഓക്കെ. പേയ്മെൻറ്റ് എനി മോഡ്, ബട്ട് പേയ്മെൻറ്റ് ആർക്ക് നടത്തുന്നതായിരിക്കണം? ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ്. അതാണ് ഒന്നാമത്തെ പോയിന്റിൽ എഴുതിയിട്ടുണ്ടാവുക. രണ്ടാമത്തെ പോയിന്റിൽ ഡിബെഞ്ചർ ഹോൾഡറിന് കൊടുക്കുന്ന പേയ്മെൻറ്റ് ഇതിൽ എഴുതാൻ പാടില്ല. മൂന്നാമത്തെ പോയിന്റിൽ ഞാനിപ്പോൾ പറഞ്ഞ കോസ്റ്റ് ഓഫ് വൈൻഡിങ് അപ്പും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. വൈൽ ഫൈൻഡിങ് ഔട്ട് ദി പർച്ചേസ് കൺസിഡറേഷൻ അണ്ടർ നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ്. നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡിൽ അസറ്റ് എടുത്തു, ലാബിലിറ്റി ടേക്ക് ഓവർ ചെയ്തു, അങ്ങനത്തെ ഒരു സംഭവങ്ങളും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഓൺലി കോൺസെൻട്രേഷൻ ഈ സംഭവങ്ങൾ മാത്രം. ഇക്വിറ്റി ഷെയർ ഹോൾഡർ ഓഫ് ദ ട്രാൻസ്ഫറർ കമ്പനി, പ്രിഫറൻസ് ഷെയർ ഹോൾഡർ ഓഫ് ദ ട്രാൻസ്ഫറർ കമ്പനിക്ക് ട്രാൻസ്ഫറി കമ്പനി എന്ത് കൊടുത്തു? ക്യാഷ് കൊടുത്തോ, പ്രിഫറൻസ് ഷെയർ കൊടുത്തോ, ഇക്വിറ്റി ഷെയർ കൊടുത്തോ, ഡിബെഞ്ചർ കൊടുത്തോ, വാട്ട് എവർ ഇറ്റ് ഈസ്, അത് മാത്രമായിരിക്കണം നിങ്ങളുടെ കോൺസെൻട്രേഷൻ. ഓക്കെ. പ്രോബ്ലം നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. സോ അത് നിങ്ങൾ അവിടെ പോയി നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേ ചെറിയ രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് നമ്മളെ ഏതോ ഒരു വീഡിയോ നമ്പർ എനിക്ക് അറിഞ്ഞുകൂടാ, ലിങ്ക് ഞാൻ താഴെ ട്രൈ ചെയ്യാം. എൻ്റെ അടുത്ത് മറന്നു. ഓക്കെ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിലോ ഇടാൻ ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ. നോ ഗ്യാരണ്ടി, എൻ്റെ അടുത്ത് മറന്നു പോകും. ഓക്കെ. എനിവേ ദിസ് ഇസ് പഴയ ടെക്സ്റ്റാണ്, പഴയ മോഡലിലാണ് ഉള്ളത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇത് സ്റ്റേറ്റ്മെൻറ്റ് മോഡലിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ. സോ ലെറ്റ്സ് സീ. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് പർച്ചേസ് കൺസിഡറേഷൻ അണ്ടർ നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡാണ്. അപ്പോൾ ഞാൻ നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് മാത്രമേ ചെയ്യണ്ടൂ എന്ന് കണ്ടാലുണ്ടല്ലോ ക്വസ്റ്റ്യനിൽ ഈ സാധനം എനിക്ക് ആവശ്യമേ ഇല്ല. ലീവ് ഇറ്റ്. ഒന്ന് വായിക്കുകയും കൂടി ചെയ്യേണ്ട. ജസ്റ്റ് ഈ തിങ്സ് ഉണ്ടല്ലോ, ക്വസ്റ്റ്യൻ പർച്ചേസ് കൺസിഡറേഷൻ അണ്ടർ നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് ആണെങ്കിൽ ഇതെനിക്ക് ആവശ്യമില്ല. ഇതിനെ വായിക്കുകയും കൂടി ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ. നൗ ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചോ? ഞാൻ ഓൾറെഡി എക്സ്പ്ലനേഷൻ തന്നുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ ഇവിടെ ന്യൂ കമ്പനി സി ലിമിറ്റഡ് ആണ്. സോ എ ലിമിറ്റഡും ഇല്ലാണ്ടാവുന്ന, ബി ലിമിറ്റഡും ഇല്ലാണ്ടാവുന്ന സി ലിമിറ്റഡ്. രണ്ട് ട്രാൻസ്ഫറർ കമ്പനിയുണ്ട്, എയും ബിയും. പുതിയ കമ്പനി ട്രാൻസ്ഫറി കമ്പനി സി ലിമിറ്റഡ്. അപ്പോൾ നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡിൽ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എ ലിമിറ്റഡിൻ്റെ ഷെയർ ഹോൾഡറിന് സി ലിമിറ്റഡ് എന്ത് കൊടുത്തു, ബി ലിമിറ്റഡിൻ്റെ ഷെയർ ഹോൾഡറിന് സി ലിമിറ്റഡ് എന്ത് കൊടുത്തു. ദാറ്റ് ഈസ് പർച്ചേസ് കൺസിഡറേഷൻ. ഓക്കെ. പിന്നെ എയുടെയും ബിയുടെയും സെപ്പറേറ്റ് കാണണം. രണ്ട് ട്രാൻസ്ഫറർ കമ്പനി ഉണ്ടെങ്കിൽ രണ്ടിൻ്റെയും സെപ്പറേറ്റ് കാണണം. അപ്പോൾ എ ലിമിറ്റഡിൻ്റെ ഇവിടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹോൾഡർ ഓഫ് ഈച്ച് ഷെയർ ഓഫ് ₹10 each വുഡ് റിസീവ് 1 ഷെയർ ഓഫ് ₹10 each, 5 പെയ്ഡ് അപ്പ് ആൻഡ് 5 ഇൻ ക്യാഷ്. ഓക്കെ. സോ എ ലിമിറ്റഡിൻ്റെ ഷെയർ ഹോൾഡറിന് കൊടുത്ത ഡീറ്റെയിൽസാണ് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുണ്ട്. അതേപോലെ ബി ലിമിറ്റഡിൻ്റെയും ആദ്യത്തെ സെൻറ്റൻസ് ഷെയർ ഹോൾഡറിന് കൊടുത്തതാണ് പറയുന്നത്, അത് നമുക്ക് ആവശ്യമുണ്ട്. രണ്ടാമത്തെ സെൻറ്റൻസ് ലിക്വിഡേഷൻ എക്സ്പെൻസ് ആണ്, നമുക്കത് ആവശ്യമില്ല. ഓക്കെ.
പിന്നെ ക്രെഡിറ്ററിന് പേയ്മെൻറ്റ് ചെയ്ത ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനിൽ കാണാം. അതും നമുക്ക് ആവശ്യമില്ല. പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ എ ലിമിറ്റഡിന് ഇത്രയും ഡീറ്റെയിൽസും ബി ലിമിറ്റഡിന് നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് മാത്രമേ ആവശ്യമുള്ളൂ. ഇതിൻ്റെ സൊല്യൂഷൻ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. പറ്റുമെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ആയിട്ട് ചെക്ക് ചെയ്തോ, ഞാൻ അതിൻ്റെ ലിങ്ക് അവിടെ കൊടുത്തേക്കാം. ഓക്കെ, സോ ഞാൻ ഇനി വേറൊരു പ്രോബ്ലം നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡിൽ പറയാം. എക്സാമ്പിൾ നമ്പർ 5 ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ബട്ട് ഇതിനകത്ത് കുറേ ക്വസ്റ്റ്യൻ പലതും ഉണ്ട്. ബട്ട് ഇതിൽ ഞങ്ങൾ നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് മാത്രം ഞാനിവിടെ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കാം. പി ലിമിറ്റഡും ക്യൂ ലിമിറ്റഡും അമാൽഗമേറ്റ് ചെയ്തു. 2 കമ്പനി അമാൽഗമേറ്റ് ചെയ്ത് പുതിയൊരു കമ്പനി ഉണ്ടായി. അപ്പം ഇത് രണ്ടും ഇല്ലാണ്ടാവുന്നു. ഇതാണ് ട്രാൻസ്ഫറർ കമ്പനി ആൻഡ് പുതിയ കമ്പനി പി ക്യൂ ലിമിറ്റഡ് ഇസ് ദ ട്രാൻസ്ഫറി കമ്പനി. ഓക്കെ ടേക്ക് ഓവർ ദ ബിസിനസ്. എനിവേ പി ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഈ സാധനത്തിൻ്റെ ആവശ്യം ഇല്ല. ഓൺലി നമുക്ക് ആവശ്യം ഏത് മാത്രമാണ്, ഏത് ഷെയർ ഹോൾഡറിന് മാത്രമുള്ള സംഭവം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, അത് അവിടെയും അങ്ങനെ തന്നെ. ഓക്കെ, വേറെ ഒരു സംഭവവും നമുക്ക് ആവശ്യമില്ല. Preference shareholder of 2 companies are issued equivalent number of 12% preference share of PQ Limited. So preference shareholder കൊടുത്ത PQ കൊടുത്ത ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. ആവശ്യമുണ്ടോ? ആവശ്യം ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേണം. അടുത്തത് PQ Limited, അതായത് ട്രാൻസ്ഫറി കമ്പനി വിൽ ഇഷ്യൂ 1 equity share of ₹10 each for every share of P Limited and Q Limited. സോ ഇത് നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്ത പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറയുന്നത്. ഇത് നമുക്ക് ആവശ്യമുണ്ടോ? ആവശ്യം ഉണ്ട്. ദ ഷെയർസ് ആർ ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം ഓഫ് ₹5 per share. ഓക്കെ, സോ ഇത് രണ്ട് നമുക്ക് ആവശ്യമുണ്ട്. വേറൊരു സംഭവവും നമുക്കിവിടെ ആവശ്യമില്ല. ബാലൻസ് ഷീറ്റൊക്കെ വരെയാണ് പറയുന്നത്. നമ്മൾ ഇതിൻ്റെ എന്തുമാത്രം കാൽക്കുലേറ്റ് ചെയ്യുന്നു? പർച്ചേസ് കൺസിഡറേഷൻ. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു പർച്ചേസ് കൺസിഡറേഷൻ 3 തരം ഉണ്ട്. കുട്ടികളുടെ ഡൗട്ടാണെങ്കിൽ ഏത് മെത്തേഡ് യൂസ് ചെയ്യണം? ബിക്കോസ് ഇങ്ങനെ ഒരു കണക്കിൽ നമ്മളടുത്ത് പറയില്ല ഏത് മെത്തേഡ് യൂസ് ചെയ്യണം. ഓക്കെ, നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ക്വസ്റ്റ്യനിൽ ഗിവൺ ആണെങ്കിൽ എപ്പോഴും നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈ ഒരു സംഭവം ചെയ്യാനുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇല്ലെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതായത് ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തിട്ട് പർച്ചേസ് കൺസിഡറേഷൻ ഇന്ന മെത്തേഡിൽ ചെയ്യണം എന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡിൽ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ അത് തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ നെറ്റ് അസറ്റ് മെത്തേഡ് യൂസ് ചെയ്യണം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം. ഞാനിപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡറിൻ്റെ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പി ഉണ്ട് ക്യൂ ഉണ്ട്. അപ്പോൾ ഞാൻ പിയുടെ വേറെ ചെയ്യണം, ക്യൂയുടെ വേറെ ചെയ്യണം. എപ്പോഴും പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡർ ഞാൻ പിൻ്റെ ചെയ്യുമ്പം നമ്പർ ഓഫ് പ്രിഫറൻസ് ഷെയർ എത്രയാണെന്നൊന്ന് നോക്കി വെക്കുക. ഇവിടെ 1,20,000 ആണ്, 100 രൂപയാണ് ഒരു ഷെയറിൻ്റെ വില. അപ്പോൾ ഇത് രണ്ടും ഡിവൈഡ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും 12,000 പ്രിഫറൻസ് ഷെയർ ഉണ്ട്. ആരുടെ അടുത്ത്? പിയുടെ അടുത്ത്. ഓക്കെ, എന്താ പറയുന്നത്? പ്രിഫറൻസ് ഷെയർ ഓഫ് 2 കമ്പനീസ്. നമ്മൾ പിൻ്റെ മാത്രം ചെയ്യുന്നു. ഇഷ്യൂഡ് ഈക്വലൻ്റ് നമ്പർ. അപ്പോൾ ഈക്വലൻ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉള്ളത് 12,000. അപ്പോൾ അതേ 12,000 തന്നെ ഇഷ്യൂ ചെയ്യുന്നു. 12% പ്രിഫറൻസ് ഷെയർ. ഓക്കെ, പണ്ട് ഇത് 10% ആയിരുന്നു. ഇപ്പോൾ അത് എന്തായിട്ടുണ്ട്? 12% പ്രിഫറൻസ് ഷെയർ. ഓക്കെ, അപ്പോൾ എത്ര? സെയിം നമ്പർ. അപ്പോൾ 12,000 ഇൻറ്റു ഇനി എത്ര വിലക്കാണ് ഇഷ്യൂ ചെയ്തതെന്ന് അറിഞ്ഞാൽ മതി. at 125 per share. ഒരു ഷെയറിൻ്റെ വില എത്ര? 125. ഇത് രണ്ടും ഇൻറ്റു ചെയ്തിട്ട് പിയുടെ കോളത്തിൽ ഇടണം. ഇനി നമ്മൾ ക്യൂവിൻ്റെ ചെയ്ത് നോക്കാം. ക്യൂവിൻ്റെ ചെയ്യുമ്പോൾ ആദ്യം എത്രയാണ് നമ്പർ ഓഫ് ഷെയർ എന്ന് നോക്കുക. 80,000 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ 800. ഇതും അതേപോലെ 12% പ്രിഫറൻസ് ഷെയർ ആണ് ഇൻറ്റു 125. 2 പേർക്ക് ഒരേപോലെ കൊടുക്കുന്ന 2 കമ്പനീസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇത് ഇൻറ്റു ചെയ്തിട്ട് ഇവിടെയും എഴുതാം. സോ ഞാനത് ഇൻറ്റു ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി ഞാൻ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസിലോട്ട് പോവുകയാണ്. PQ Limited will issue 1 equity share of ₹10 each for every share of P Limited. So 1 by 1 അല്ല, for every 1 by 1. അപ്പോൾ നമുക്ക് എഫക്റ്റ് ഇല്ല, അതുകൊണ്ട് അത് എടുക്കണ്ട അല്ലേ. ഒരു ഷെയറിന് ഒരു ഷെയർ ഇഷ്യൂ ചെയ്യും. PQ Limited will issue 1 equity share of ₹10 each for every equity share of P and Q. The shares are issued at a premium of 5 per share. Okay, see, ഇതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുന്ന നോക്കോ. ഇക്വിറ്റി ഷെയർസ് അവർ ഇഷ്യൂ ചെയ്യുമെന്ന് പറഞ്ഞു. ഓക്കെ, ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്
1 ഷെയറിന് 1 സെയിം 1/1. സോ അത് നമ്മൾ ആദ്യം നമ്പർ ഓഫ് ഷെയർ കാണാം. എപ്പോഴും നമ്പർ ഓഫ് ഷെയർ ആദ്യം എടുക്കുക. ഇപ്പോൾ 22,40,000 ഡിവൈഡഡ് ബൈ 10. സോ 24,000. ഓക്കെ, ഇവിടെ 1 ഒരു ഷെയർ ഫോർ എവറി 1 ഷെയർ. ഓക്കെ, ഇവിടെ വേറെ ഞാൻ 1/1 എഴുതാൻ കാരണം ഇവിടെ വേറെ നമ്പേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ 5 ഷെയർ ഫോർ എവറി 4 എന്നാണെങ്കിൽ 5/4 എഴുതണം. അതുകൊണ്ടാണ് ഞാനിവിടെ 1/1. നിങ്ങൾ ആ ഒരു സംഭവം കോൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടി ഞാൻ 1/1 എഴുതിയെന്ന് മാത്രം. ഓക്കെ, ഇൻറ്റു എത്ര പൈസക്ക 10. ഓക്കെ, സോ ആ ഒരു എമൗണ്ട് പി ലിമിറ്റഡിൽ എഴുതാം. അപ്പോൾ 2,40,000. ഇനി ക്യൂൻ്റെയിൽ വരുമ്പോൾ ഓക്കെ, ഇതിൽ സെക്യൂരിറ്റി പ്രീമിയം ഈസ് ഓൾസോ ദർ. പ്രീമിയം 5. ദസ് ഷെയർസ് ആർ ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം ഓഫ് 5 per ഷെയർ. സോ ഒന്നുകിൽ ഇത് രണ്ടും കൂടി ഇവിടെ 15 എന്നാക്കിയിട്ട് എഴുതുക, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ സെക്യൂരിറ്റി പ്രീമിയം 24,000 ഷെയറിന് 5 രൂപ വെച്ചിട്ട്. ഓക്കെ, ഒന്നുകിൽ ഇവിടെ നേരിട്ടിട്ട് 15 എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് സെക്യൂരിറ്റി പ്രീമിയം വേറെ ആയിട്ട് കാണിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾ ക്യൂൻ്റെയും കാണണം. ക്യൂൻ്റെയും ആദ്യം നിങ്ങൾ നമ്പർ ഓഫ് ഷെയർ എടുക്കണം. നമ്പർ ഓഫ് ഷെയർ എടുക്കുമ്പോൾ 1,60,000 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 16,000 ഇൻറ്റു സെയിം 1/1 ഇൻറ്റു 10 വരും. സെക്യൂരിറ്റി പ്രീമിയം 5. ഒന്നുകിൽ ഇങ്ങനെ 15 ഒരുമിച്ച് എഴുതുക, അല്ലെങ്കിൽ ഇതേപോലെ ഡിഫറൻസ് ആയിട്ട് എഴുതുക. ഇവിടെ ഡിഫറെൻ്റ് ആയിട്ട് എഴുതുന്നുണ്ടെങ്കിൽ ഇവിടെയും നിങ്ങൾ ഇതേപോലെ തന്നെ എഴുതണം, അല്ലെങ്കിൽ രണ്ട് സ്ഥലത്തും 15 കൊണ്ട് ഇൻറ്റു ചെയ്യാം, നിങ്ങളെ ഇഷ്ടം. കഴിഞ്ഞ് ഇത്രയും സ്റ്റെപ്പ് ഇത് ചെയ്തിട്ട് ഇവിടെ എഴുതാം. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പർച്ചേസ് കൺസിഡറേഷൻ കിട്ടി. പീൻ്റെ കോളം ആഡ് ചെയ്താൽ നിങ്ങൾക്ക് പീൻ്റെയും കിട്ടും, ക്യൂൻ്റെ കോളം ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ക്യൂൻ്റെയും കിട്ടും. ടെക്സ്റ്റ് ബുക്കിൽ 15 നേരിട്ട് എടുത്തിട്ടുണ്ട്, നിങ്ങളെ ഇഷ്ടം. നിങ്ങൾക്ക് 15 നേരിട്ട് എടുക്കാം, സെക്യൂരിറ്റി പ്രീമിയം വേറെ കാണിക്കാം. സോ ക്ലിയർ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി പല പല സംഭവങ്ങളും എക്സ്ട്രാ തരും. അപ്പം നമ്മളതിലൊന്നും വീണ് പോകരുത്. ഓക്കെ, സോ നമ്മൾ എന്തുമാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, ഇത് മാത്രം. സോ നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്നു. സോ യു വിൽ മൂവ് ടു നെറ്റ് അസറ്റ് മെത്തേഡ്. അതിലാണ് ഒരുപാട് സംശയങ്ങളൊക്കെ ആയിട്ട് കുട്ടികൾ എൻ്റെ അടുത്ത് ചോദിച്ചത്. ഓക്കെ, നെറ്റ് അസറ്റ് മെത്തേഡ്. നെറ്റ് അസറ്റ് മെത്തേഡിൽ പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ക്വസ്റ്റ്യനിൽ നിങ്ങൾ ആദ്യം എടുക്കേണ്ട സംഭവങ്ങൾ ഏതൊക്കെ അസറ്റ് ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. അതായത് ട്രാൻസ്ഫറർ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ കുറേ അസറ്റ് ഉണ്ടാവും. അതിലേതൊക്കെ ട്രാൻസ്ഫറി കമ്പനി എടുത്തിട്ടുണ്ട്, അതാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത്. അസറ്റ്സ് ടേക്കൺ ഓവർ. രണ്ടാമത് നിങ്ങൾ നോക്കേണ്ടത് ലയബിലിറ്റി ടേക്കൺ ഓവർ. ഓക്കെ, ഈ രണ്ടുമാണ് ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത്. ഏറ്റെടുത്ത അസറ്റുകൾ, ഏറ്റെടുത്ത ലാബിലിറ്റി. ആരേറ്റെടുത്ത ലാബിലിറ്റി? ട്രാൻസ്ഫറി കമ്പനി. ബാലൻസ് ഷീറ്റ് ആരെയാ മക്കളെ നോക്കേണ്ടത്? ട്രാൻസ്ഫറർ കമ്പനീൻ്റെ ബാലൻസ് ഷീറ്റിനകത്തുള്ള അസറ്റിൽ ഏതൊക്കെ ട്രാൻസ്ഫറി കമ്പനി ഏറ്റെടുത്തു, ലാബിലിറ്റിയിൽ ഏതൊക്കെ ട്രാൻസ്ഫറി കമ്പനി ഏറ്റെടുത്തു. ഓക്കെ, ബാലൻസ് ഷീറ്റ് ഓഫ് ട്രാൻസ്ഫറർ കമ്പനി ആണ് നമ്മൾ കോൺസെൻട്രേഷൻ പോവേണ്ടത്. ക്വസ്റ്റ്യനിൽ 2 ബാലൻസ് ഷീറ്റും തരുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ പലരും ഇവരുടെ ബാലൻസ് ഷീറ്റ് എടുത്ത് കണക്ക് ചെയ്തു. അതുകൊണ്ടാണ് സ്പെസിഫിക് ആയിട്ട് പറയുന്നത് ട്രാൻസ്ഫറർ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട് വേണം കണക്ക് ചെയ്യാൻ. സോ ഏറ്റെടുത്തത് അസറ്റ്, ഏറ്റെടുത്ത ലാബിലിറ്റി. ഇനി ശ്രദ്ധിക്കേണ്ട വേറൊരു പോയിന്റ്, ടേക്ക് ഓവർ ചെയ്യുമ്പം അസറ്റ് ആണെങ്കിൽ, ഇപ്പം അസറ്റ് ഫർണിച്ചർ ആണെങ്കിൽ ബാലൻസ് ഷീറ്റിൽ ഒരു വാല്യൂ തന്നിട്ടുണ്ടാവും. ഓക്കെ, ക്വസ്റ്റ്യനിൽ ബാലൻസ് ഷീറ്റിനകത്ത് ഒരു വാല്യൂ തന്നിട്ടുണ്ടാവും. കൂടാണ്ട് അഡീഷണൽ ഇൻഫർമേഷനിൽ അസറ്റിൽ ഫർണിച്ചറിന് ബാലൻസ് ഷീറ്റിൽ ഒരു വാല്യൂ ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ ബുക്ക് വാല്യൂ എന്ന് വിളിക്കുക. കൂടാണ്ട് ക്വസ്റ്റ്യനിൽ അഡീഷണൽ ഇൻഫർമേഷനിൽ റീവാല്യൂഡ് വാല്യൂ, അല്ലെങ്കിൽ ടേക്ക് ഓവർ വാല്യൂ, അല്ലെങ്കിൽ പുതിയ വാല്യൂ, അഗ്രീഡ് വാല്യൂ, അങ്ങനെ പറഞ്ഞിട്ടും നിങ്ങൾക്ക് ഫർണിച്ചറിൻ്റെ ഒരു വാല്യൂ തന്നിട്ടുണ്ടാവും. ഓക്കെ, ടേക്ക് ഓവർ ചെയ്തത് ഇന്ന പൈസയല്ല, അല്ല അഗ്രീഡ് വാല്യൂ ഇത്രയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു 95,000 തന്നിട്ടുണ്ടാവും. ഓക്കെ, പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പം എപ്പോഴും ഏത് പൈസ എടുക്കണം? അഗ്രീഡ് വാല്യൂ, അല്ലെങ്കിൽ ഈ ഒരു നമുക്ക് വേറെ എന്തെങ്കിലും ഒരു വാല്യൂ, റിവൈസ് ചെയ്ത വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അത് വേണം നമ്മൾ ഇതിടെ എമൗണ്ട് ആയിട്ട് എടുക്കാൻ വേണ്ടി. ഓക്കെ, ബുക്ക് വാല്യൂ എടുക്കാൻ പാടില്ല. ബട്ട് ഒന്നും പറയുന്നില്ലെങ്കിൽ ബുക്ക് വാല്യൂ എടുക്കണം. ടേക്ക് ഓവർ ചെയ്തു, ഫർണിച്ചർ ടേക്ക് ഓവർ, ബട്ട് നമ്മളോട് വേറെ വാല്യൂസിലെ ചേഞ്ച് ഒന്നും പറയുന്നില്ലെങ്കിൽ ഏത് വാല്യൂ എടുക്കണം? 1 lakh എടുക്കണം. ഇനി എല്ലാ അഡീഷണൽ ഇൻഫർമേഷനിൽ ഏതെങ്കിലും ഒരു അസറ്റിൻ്റെ വാല്യൂ
ചേഞ്ച് ആയി അല്ലെങ്കിൽ ടേക്ക് ഓവർ ചെയ്ത ഇന്ന വാല്യൂലാണ്, അല്ലെങ്കിൽ ഇത്ര ഡിസ്കൗണ്ടിലാണ്, അല്ലെങ്കിൽ ഇത്ര ഇൻക്രീസിലാണെന്നൊക്കെ പറയുമ്പോൾ ആ വാല്യൂ വേണം നമ്മൾ അസറ്റ് ടേക്ക് ഓവർ എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ. ഓക്കെ, സോ ഏത് വാല്യൂവിൽ എടുക്കണം? അഗ്രീഡ് വാല്യൂ. ഒന്നും പറയുന്നില്ലെങ്കിൽ ബുക്ക് വാല്യൂ. ക്ലിയർ ആണേ? ഓക്കെ, സോ അഗ്രീഡ് വാല്യൂവിൻ്റെ കാര്യം പറഞ്ഞു. ഇനി ബാലൻസ് ഷീറ്റ്. ആരുടെ ബാലൻസ് ഷീറ്റാണ് നമ്മൾ ക്വസ്റ്റ്യൻ നോക്കേണ്ട? ട്രാൻസ്ഫറർ കമ്പനീൻ്റെ ബാലൻസ് ഷീറ്റിനകത്തുള്ള അസറ്റിൻ്റെ കൂട്ടത്തിൽ വരുന്ന ഈ പറയുന്ന അസറ്റുകളൊന്നും നിങ്ങൾ എടുക്കരുത്. അതായത് ഫിക്ടീഷ്യസ് അസറ്റ് വല്ലതും ഉണ്ടെങ്കിൽ എടുക്കാൻ പാടില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ എല്ലാ അസറ്റും ടേക്ക് ഓവർ ചെയ്തു എന്നാണ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചോ. ബട്ട് ബാലൻസ് ഷീറ്റിൽ വരുന്ന ഈ അസറ്റുകളൊന്നും നിങ്ങൾ പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പം പരിഗണിക്കരുത്. അതായത് പ്രിലിമിനറി എക്സ്പെൻസ്, ഷെയർ ഇഷ്യൂ എക്സ്പെൻസ്, അതായത് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്, പിന്നെ ചിലതിൽ നമ്മൾ P&L അക്കൗണ്ടിൻ്റെ ഡെബിറ്റ്, ബട്ട് ഇതിപ്പം അപ്പുറത്തെ എനിവേ P&L അക്കൗണ്ടിൻ്റെ ഡെബിറ്റ്, ഇങ്ങനെ പറയുന്ന സംഭവങ്ങൾ നിങ്ങൾ ഒരു കാരണവശാലും നെറ്റ് അസറ്റ് മെത്തേഡിൽ എടുക്കാൻ പാടില്ല, കാൽക്കുലേഷനിൽ എടുക്കാൻ പാടില്ല. പിന്നെ കുട്ടികളുടെ ഡൗട്ട്, അസറ്റ് സൈഡിൽ വേറെയും കുറേ സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ, അതായത് ഗുഡ് വില്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഒക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ എടുക്കണം. ഇപ്പോൾ ഓൾ അസറ്റ്സ് ആർ ടേക്ക് ഓവർ എന്ന് പറയുമ്പോൾ ഗുഡ് വില്ലും പ്രീപെയ്ഡൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും, ഇത് നെറ്റ് അസറ്റ് മെത്തേഡിൽ എടുക്കേണ്ടാത്തത് ഈ ഫിക്ടീഷ്യസ് അസറ്റുകൾ മാത്രമാണ്. ഗുഡ് വില്, അതായത് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആയ ഗുഡ് വില്, പിന്നെ നമ്മുടെ പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഇതൊക്കെ നമ്മൾ അസറ്റിൽ എടുക്കണം. പിന്നെ പ്രത്യേകം പറയുന്നുണ്ട് ഇത് ഏറ്റെടുത്തിട്ടില്ല എന്നാണെങ്കിൽ എടുക്കരുത് മക്കളെ. ഈ ടേക്ക് ഓവർ എന്നുള്ള വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ടേക്ക് ഓവർ ചെയ്യാത്ത ഒരു അസറ്റും എടുക്കാൻ പാടില്ല. ബട്ട് ക്വസ്റ്റ്യനിൽ എല്ലാ അസറ്റും ടേക്ക് ഓവർ ചെയ്തു എന്ന് പറയുന്നു. ബാലൻസ് ഷീറ്റിനകത്ത് ഫിക്ടീഷ്യസ് അസറ്റ് ഉണ്ടെങ്കിൽ എടുക്കരുത്. ഗുഡ് വില്ലും പ്രീപെയ്ഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തിരിക്കണം. ഓക്കെ, ഇതാണ് അസറ്റ് സൈഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന മെയിൻ ഡൗട്ടും കാര്യങ്ങളും. ഇനി നമുക്ക് ലാബിലിറ്റി സൈഡിൽ മൂവ് ചെയ്യാം. ഓക്കെ, ഞാൻ ട്രാൻസ്ഫറർ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് വരെയാണ്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ഇവിടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവും, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവും, കുറേ റിസർവ്സ് ഉണ്ടാവും, ജനറൽ റിസർവ് അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറേ റിസർവ്സ് ഉണ്ടാവും, ഡിബെഞ്ചർ ഉണ്ടാവും, ക്രെഡിറ്റർ ഉണ്ടാവും, ബാങ്ക് ഓഡി ഉണ്ടാവും, പിന്നെ എന്തൊക്കെ ഉണ്ടാവും? ബിൽസ് പേയബിൾ ഉണ്ടാവും, പിന്നെ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് കാണാം, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഉണ്ടാവും, പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകൾ ഉണ്ടാവും. ഓക്കെ, പിന്നെ നമ്മൾ കുറേ ജനറൽ റിസർവ് ഇവിടെ എഴുതാം അല്ലേ, ജനറൽ റിസർവ്, ക്യാപിറ്റൽ റിസർവ്, ഇങ്ങനെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. ബട്ട് ഇതിലും അങ്ങനെ തന്നെ ഏറ്റെടുത്ത ലാബിലിറ്റി മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഏറ്റെടുത്തത് എത്ര വിലയിലാണോ ആ വിലയിൽ മാത്രമേ എടുക്കാനും പാടുള്ളൂ. ഓക്കെ, സെയിം ഏറ്റെടുത്ത് എത്ര വില ക്രെഡിറ്റർ 20,000 ആണ്, ടേക്ക് ഓവർ ചെയ്തത് 22,000 ഒരിക്കലും നടക്കൂല. എപ്പോഴും കുറഞ്ഞ പൈസയ്ക്ക് ഏറ്റെടുക്കുക, കൊണ്ട് വെറുതെ പൊട്ടത്തര ചെയ്തിട്ടുണ്ടല്ലേ. ഓക്കെ, 18,000 ഏറ്റെടുത്തെങ്കിൽ 18,000 ആയിരിക്കണം എടുക്കേണ്ടത്. ഓക്കെ, 18,000 ആയിരിക്കണം എടുക്കേണ്ടത്. ബട്ട് ഒന്നും പറയുന്നില്ലെങ്കിൽ ബുക്ക് വാല്യൂയിൽ എടുക്കുക. അപ്പോൾ ഏറ്റെടുത്ത ലാബിലിറ്റി മാത്രമേ നെറ്റ് അസറ്റ് മെത്തേഡിൽ എടുക്കാവുള്ളൂ. റിവൈസ്ഡ് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ആ വിലയിൽ എടുക്കണം. ക്രെഡിറ്റർ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റർ എടുക്കാനും പാടില്ല. ഓക്കെ, സോ ഇനി ക്വസ്റ്റ്യനിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഒരു കാരണവശാലും നെറ്റ് അസറ്റ് മെത്തേഡിൽ പരിഗണിക്കേണ്ട കാര്യമില്ല. ലാബിലിറ്റി ടേക്ക് ഓവറിൽ ഇത് എടുക്കാൻ പാടില്ല. റിസർവിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു സാധനങ്ങളും എടുക്കരുത്. ജനറൽ റിസർവ് എടുക്കരുത്, ക്യാപിറ്റൽ റിസർവ് എടുക്കരുത്. ബട്ട് ക്വസ്റ്റ്യനിൽ ചിലത് തരുമ്പം നമുക്ക് തന്നെ സംശയം വരും, ഇത് മീൻസ് റിസർവ് ആണോ, ഇതെടുക്കണോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇത്. വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട് അല്ലെങ്കിൽ ആക്സിഡൻറ്റ് ഫണ്ട് എന്നും കൂടെ കാണാം. കോമ്പൻസേഷൻ ഫണ്ട് അല്ലെങ്കിൽ ആക്സിഡൻറ്റ് ഫണ്ട്, പിന്നെ ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ട്, പിന്നെന്തൊക്കെയാണ് ഇൻഷുറൻസ് ഫണ്ട്. ഓക്കെ, പിന്നെന്തൊക്കെയാണോടോ? ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ട്, ഇൻഷുറൻസ് ഫണ്ട്, എംപ്ലോയി ബെനിഫിറ്റ് ഫണ്ട്. ഓക്കെ, ഇങ്ങനെ പറയുന്ന കുറേ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും.
ഓക്കെ, ഈ കേസിൽ ഇത് റിസർവ് ആണ്, എടുക്കരുത്. വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട് റിസർവ് ആണ്, എടുക്കരുത്. കണ്ടീഷൻസ് അപ്ലൈ, അത് നമ്മൾ പറയും. ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ട് റിസർവ് ആണ്, എടുക്കരുത്. ഇൻഷുറൻസ് ഫണ്ട് എടുക്കരുത്. എംപ്ലോയി ബെനിഫിറ്റ് ഫണ്ട് എടുക്കരുത്. ക്ലിയർ? സോ ഇതൊന്നും ഇതൊക്കെ റിസർവിൻ്റെ അണ്ടറിൽ വരുന്നതായിട്ടാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ട് ഉണ്ടെങ്കിൽ എടുത്തു പോവരുത്. ഓക്കെ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ. ബട്ട് വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട്, ഫോർ എക്സാമ്പിൾ വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട് ബാലൻസ് ഷീറ്റിൽ 20,000 ഉണ്ട്. അപ്പോൾ ഇത് എടുക്കരുത്. ബട്ട് എഡീഷണൽ ഇൻഫർമേഷനിൽ പറയുന്ന എംപ്ലോയി കോമ്പൻസേഷൻ കിട്ടായിട്ട് എന്തോ ക്ലെയിം ചെയ്തു, എന്നിട്ട് എംപ്ലോയീസിന് നമ്മൾ 5,000 രൂപ കൊടുക്കണം ഫ്രം വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട്. ഐ എം റിപ്പീറ്റിംഗ്, ബാലൻസ് ഷീറ്റിൽ 20,000 വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട് ഉണ്ട്. ബട്ട് എംപ്ലോയി എടുക്കാൻ പാടില്ല അത്. ബട്ട് ഈ എഡീഷണൽ ഇൻഫർമേഷനിൽ എംപ്ലോയി എന്തോ കോമ്പൻസേഷൻ റിലേറ്റ് ചെയ്ത് എന്തൊക്കെയോ കേസ് കൊടുത്ത് ഇപ്പം നമ്മൾ അയാൾക്ക് ക്ലെയിം ചെയ്ത് അയാൾക്ക് കൊടുക്കാൻ 5,000 ഉണ്ട്. ഏതോ ഒരു എംപ്ലോയിക്ക് നമ്മൾ 5,000 കൊടുക്കാനുണ്ട് എന്നാണെങ്കിൽ ഈ 5,000 നെറ്റ് അസെറ്റ് മെത്തേഡിൽ ലാബിലിറ്റി ടേക്ക് ഓവറിൻ്റെ അണ്ടറിൽ എഴുതണം. ഓക്കെ, ഇനി ആക്സിഡൻറ്റ് ക്ലെയിം ഉണ്ടെങ്കിൽ വർക്ക്മാൻ ആക്സിഡൻറ്റ് ഫണ്ട് ഇവിടെ ഉണ്ട് എന്ന് വെച്ചോ. അപ്പോൾ ആക്സിഡൻറ്റിന് ക്ലെയിം ഉണ്ടെങ്കിൽ ആ ക്ലെയിമിൻ്റെ അത്രയും ഭാഗം നമ്മൾ നെറ്റ് മീൻസ് പർച്ചേസ് കൺസിഡറേഷൻ്റെ കാൽക്കുലേഷനിൽ എടുക്കണം. ബാക്കി വരുന്ന ഭാഗം നമ്മൾ എടുക്കാൻ പാടില്ല. ഫോർ ദി കാൽക്കുലേഷൻ ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ കണക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ പെൻഷൻ ഫണ്ട് എന്ന് കാണാം. അധിക കുട്ടികൾക്കും ഡൗട്ട് വരുന്ന വേറൊരു സംഭവം, പെൻഷൻ ഫണ്ട് ഇൻക്ലൂഡ് ചെയ്യണം. ഓൾ ദി ലാബിലിറ്റീസ് ടേക്ക് ഓവർ എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ പെൻഷൻ ഫണ്ടൊക്കെ കാണുമ്പം മടിച്ചു നിൽക്കരുത്. അതിനെ നമ്മൾ ആരുടെ കൂടെ കൂട്ടണം? പർച്ചേസ് കൺസിഡറേഷൻ്റെ കാൽക്കുലേഷനിൽ കൂട്ടണം. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. നൗ നമുക്ക് 2-3 പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. നെറ്റ് അസെറ്റ് മെത്തേഡിൽ ചെയ്യേണ്ട ഒരു പ്രോബ്ലമാണ്. ഒരു പ്രോബ്ലം ചെയ്തിട്ട് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, നന്നായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക ഞാൻ പറയുന്നതൊക്കെ. ഓക്കെ, സോ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. എക്സും വൈ എന്ന് പറഞ്ഞ 2 കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ഇസ് ഗിവൺ. 2 ബാലൻസ് ഷീറ്റിലെ ഐറ്റംസ് ഞാനിപ്പോൾ വായിക്കുന്നില്ല. സോ ഞാൻ താഴെയുള്ള ഇൻഫർമേഷൻ വായിക്കുവാണ്. 2 companies agreed to amalgamate and form a new company called Z Limited. ഓക്കെ, അപ്പോൾ 2 കമ്പനി അമാൽഗമേഷനിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ 2 ട്രാൻസ്ഫറർ കമ്പനി എക്സ് ആൻഡ് വൈ ആൻഡ് ട്രാൻസ്ഫറി കമ്പനി Z Limited വിച്ച് ടേക്ക് ഓവർ ദി അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ഓഫ് ബോത്ത് കമ്പനി. ഓക്കെ, എല്ലാ അസറ്റും എടുത്തിട്ടുണ്ടാവും, ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ടെന്ന് അവിടെ തന്നിട്ടുണ്ട്. Authorized capital of Z Limited is and consists of 10,000 equity share of ഓക്കെ, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. The asset of X Limited take over at a reduced valuation of 10% with exception of land and building which are accepted at book value. അവിടെ പ്രത്യേകം പറയുന്നുണ്ട്. നമുക്ക് ആ മീൻസ് ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്കിപ്പോൾ ഈ പ്രോബ്ലം ചെയ്യാൻ ആവശ്യമില്ല. മീൻസ് നെറ്റ് അസെറ്റ് മെത്തേഡ് ചെയ്യാൻ ആവശ്യമില്ല. സോ ഞാൻ അതൊന്നും വായിച്ചിട്ടില്ല. ഇവിടെ നമ്മളോട് പറയുന്നുണ്ട് ടേക്ക് ഓവർ അസറ്റ് ടേക്ക് ഓവർ ചെയ്തിരിക്കുന്നത് 10% കുറഞ്ഞ വാല്യൂവിലാണ്. ടേക്ക് ഓവർ അസറ്റ്സ് ഓഫ് എക്സ് ലിമിറ്റഡ് ഓർന്ന് വേണ്ട കേട്ടോ, ആർന്നായിരിക്കും. ടേക്ക് ഓവർ അറ്റ് എ റെഡ്യൂസ് വാല്യൂഷൻ ഓഫ് 10%. സോ അസറ്റൊക്കെ 10% കുറച്ചിട്ട് എടുക്കണം. എക്സംഷൻ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വിച്ച് ആർ ആക്സെപ്റ്റഡ് അറ്റ് ബുക്ക് വാല്യൂ. ബട്ട് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് വാല്യൂ കുറയാൻ പാടില്ല, അത് നിങ്ങൾ ബുക്ക് വാല്യൂവിൽ തന്നെ എടുക്കണം. ആൻഡ് ദ നെക്സ്റ്റ് സെൻറ്റൻസ് ഇസ് ബോത്ത് കമ്പനീസ് ഓട്ടോ റിസീവർ. What is that? Receive 5% of the valuation of the respective business as goodwill. Okay, anyway, goodwill under 5%. Both the companies receive 5% of the valuation respect of business. So 5% അവരെ ഗുഡ്വില്ലിനും കൊടുക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ഒരു പുതിയ അസറ്റ് അവിടെ വന്നിട്ടുണ്ട് അമാൽഗമേഷൻ്റെ സമയത്ത്, ദാറ്റ് ഈസ് ഗുഡ്വിൽ. And their purchase price is to be paid by Z Limited in fully paid up share in return for debenture holder of X Limited. Same amount at the nomination are to be issued in Z Limited. Okay, വേണ്ട ആവശ്യമുള്ള ഡീറ്റെയിൽസ് മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ. You are required to ഓപ്പണിംഗ് ഇവിടെ ഓപ്പണിംഗ് ജേർണൽ എൻട്രി ഒക്കെയാണ് പറയുന്നത്. ഞാനിപ്പോൾ ഇവിടെ
നെറ്റ് അസെറ്റ് മെത്തേഡിൽ ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യാമെന്ന് മാത്രം എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ എല്ലാ അസറ്റും ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ടെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. സോ ഞാൻ ആദ്യം അസറ്റ് ടേക്ക് ഓവർ ചെയ്ത ഡീറ്റെയിൽസ് ഇവിടെ എഴുതാൻ പോവാണ്. സോ അസറ്റ് ടേക്ക് ഓവർ, അപ്പോൾ ഞാൻ ബാലൻസ് ഷീറ്റ് എടുക്കാം. ഞാൻ എക്സ് കമ്പനിയുടെ ചെയ്യും, വൈ കമ്പനിയുടെ നിങ്ങൾ ചെയ്യണേ. അപ്പോൾ രണ്ടിൻ്റെയും ചെയ്യണം, രണ്ടിൻ്റെയും ടോട്ടൽ ചെയ്യണം. ഐ വിൽ ഡു എക്സ് കമ്പനി ഓൺലി. അപ്പോൾ ഞാൻ ബാലൻസ് ഷീറ്റ് എടുക്കും. നിങ്ങളെല്ലാവരും ബാലൻസ് ഷീറ്റിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അതേ വാല്യൂവിലാണ് അടുത്തതെന്ന് പറയുന്നുണ്ട്. സോ ഇറ്റ് ഈസ് 3 lakh, റൈറ്റ്? 30,000. അടുത്തത് പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ്. 1,10,000 ആണ് ഉള്ളത്. ബട്ട് ഇൻ ദ ക്വസ്റ്റ്യൻ ഇറ്റ്സ് മെൻഷൻ ദാറ്റ് 10% റിഡ്യൂസ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ 10% കാണുക, എന്നിട്ട് കിട്ടുന്നത് ഇതിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് എഴുതുക. 10% കുറക്കുക. ഇപ്പോൾ എത്ര കിട്ടുമെന്ന് അറിയോ? 99,000 കിട്ടും. ആൻഡ് അതേപോലെ തന്നെ സ്റ്റോക്ക് ഓൾസോ. സ്റ്റോക്കിൻ്റെ വില 16,000 ആണ്. 16,000 നിന്ന് 10% കണ്ട് അത്രയും നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. -10%. അപ്പോൾ 16,000 നിന്ന് 1,600 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 14,400. മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇത് കണ്ടാൽ മതിയേ മക്കളെ. ഡെറ്റേഴ്സ് അതേപോലെ തന്നെ ഡെറ്റേഴ്സും 10% കുറയണം. അപ്പോൾ നിങ്ങളത് കുറക്കുക. ഓക്കെ. സോ 12,600 വരും. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് ക്യാഷ്. 3,000 ആണ്. അതും 3,000 എന്ന് എഴുതണം. ഓക്കെ. അത് കുറച്ച് കാണിക്കല്ലേ മക്കളെ. ഓക്കെ. 3,000 തന്നെ എടുക്കണം. അടുത്തത് ശ്രദ്ധിക്കണം ഈ പോയിന്റ്. 3,000 തന്നെ എടുക്കണം. നെക്സ്റ്റ് അടുത്തത് ഗുഡ്വില്ലിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട്. അത് ഞാൻ ഇപ്പോൾ എക്സ്പ്ലനേഷൻ പറയാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കിട്ടി. ഇനി അടുത്തത് ആ ഗുഡ്വില്ലിൻ്റെ നിങ്ങൾക്ക് വരുമോ എന്നറിയില്ല. എനിവേ ക്വസ്റ്റ്യനിൽ കണ്ട സ്ഥിതിക്ക് ഞാൻ അതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ കിട്ടി, അസറ്റ് ടേക്ക് ഓവർ. അപ്പോൾ ഇതൊക്കെ ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 1,59,000 കിട്ടും. ആഡ് ചെയ്ത് നോക്കണേ. ഇനി ഇതിൽ നിന്ന് ഞാൻ എന്ത് ലാബിലിറ്റി ടേക്ക് ഓവർ ചെയ്തത് ലെസ് ചെയ്യണം. ലാബിലിറ്റി ടേക്ക് ഓവർ ചെയ്ത് ലെസ് ചെയ്യുമ്പോൾ ഞാൻ ബാലൻസ് ഷീറ്റ് എടുക്കുക. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എടുക്കരുത്. 6% ഡിബഞ്ചർ എടുക്കണം. വാല്യൂവിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല, ഒന്നും ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. റിസർവ് ഫണ്ട് എടുക്കരുത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കരുത്. ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ട് എടുക്കരുത്. എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട് എടുക്കണം. എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട് അല്ലെങ്കിൽ എംപ്ലോയി പെൻഷൻ ഫണ്ട് എന്നൊക്കെ കണ്ടാൽ നിങ്ങൾ എടുക്കണം. അതൊരു ഔട്ട്സൈഡ് ലാബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഓക്കെ. പ്രൊവിഡൻറ്റ് ഫണ്ട്. നെക്സ്റ്റ് വരുന്നത് സൺട്രി ക്രെഡിറ്റർ ആണ്. അത് നമുക്കറിയാം, അതെന്തായാലും എടുക്കണം. അതിൻ്റെ ഈ വാല്യൂവിൽ ഒരു മാറ്റം ഉണ്ടെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. മാറിയിട്ടുണ്ടെങ്കിൽ അത് മാറിയ വിലയിൽ വേണം എടുക്കാൻ. 10,000. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത് എല്ലാം ഇതൊക്കെ ലെസ് ചെയ്യേണ്ടായിട്ടോ അല്ലേ? ഇതെല്ലാം കൂടെ ലെസ് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ എത്ര ആൻസർ കിട്ടാൻ നോക്കിയേ. നിങ്ങൾക്കിവിടെ 1,26,000 കിട്ടും. സ്വതവേ ഒരു കണക്കിൽ ഇവിടെ സ്റ്റോപ്പാണ്. ഇവിടെ കഴിഞ്ഞ് ഇതാണ് നിങ്ങളുടെ പർച്ചേസ് കൺസിഡറേഷൻ. ബട്ട് ഇവിടെ എക്സ്ട്രാ ഒരു പോയിന്റ് വന്നിട്ടുണ്ട് ഗുഡ്വില്ലിൻ്റെ. നിങ്ങൾക്ക് സ്വതവേ ചോദിക്കലില്ല, ബട്ട് വന്ന സ്ഥിതിക്ക് മാത്രം ഞാൻ പറയുകയാണ്. ബോത്ത് കമ്പനീസ് റിസീവ് 5% ഓഫ് ദ വാല്യുവേഷൻ ആസ് എ ഗുഡ്വിൽ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇതുവരെ കിട്ടിയില്ലേ, ഇതിൻ്റെ 5% കാണാം. 1,26,000 നമുക്ക് ഓൾറെഡി പർച്ചേസ് കൺസിഡറേഷൻ കിട്ടി. വാല്യൂ ചെയ്ത എമൗണ്ട് കിട്ടിയതിൻ്റെ 5% ഗുഡ്വില്ലായിട്ട് ഇവിടെ ആഡ് ചെയ്ത് കാണിക്കും. ഇതിൻ്റെ 5% കാണാം. 1,26,000 5% എന്ന് പറഞ്ഞാൽ 6,300 ആയിരിക്കും. സോ ഇതും കൂടെ ആഡ്, സ്വതവേ അസറ്റ് എന്താ ചെയ്യുക, ആഡ് അല്ലേ, ഇതും കൂടെ ആഡ് ചെയ്തിട്ട് വേണം നിങ്ങളിവിടെ കാണിക്കാൻ. ഓക്കെ. ഗുഡ്വിൽ ഇവിടെ വരേണ്ട ഐറ്റം അല്ലേ, ഇത് ആഡ് അസറ്റിൽ വരേണ്ട ഐറ്റം അല്ലേ, ആഡ് ചെയ്തിട്ടല്ലേ കാണേണ്ടത്. സോ അതിങ്ങനെ എഴുതണം. ഓക്കെ. ഇനി ഇങ്ങനെ ഒരു സെൻറ്റൻസ് ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് തീരുന്നു. ഇതാണ് നിങ്ങളെ പർച്ചേസ് കൺസിഡറേഷൻ. ബട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടിയില്ല ബിക്കോസ് ടെക്സ്റ്റ് ബുക്കിൽ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് വളരെ കുറവാണ് അല്ലേ, അതുകൊണ്ട് ചെയ്യാം. റൈറ്റ്. ഇതേപോലെ നിങ്ങൾ വൈ ലിമിറ്റഡിൻ്റെ ചെയ്യാം. വൈ ലിമിറ്റഡിൻ്റെ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ആൻസർ പർച്ചേസ് കൺസിഡറേഷൻ നിങ്ങൾക്ക് 63,000 കിട്ടുക. ഗുഡ്വിൽ നിങ്ങൾക്ക് 3,000 കിട്ടുക. ഓക്കെ. ചെയ്ത് നോക്ക്, ഇത് കിട്ടുമായിരിക്കും. സോ അത്രയേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, റിസർവ് എടുക്കരുത്, ഇക്വിറ്റി ഷെയർ അതുപോലെയുള്ള കാര്യങ്ങൾ എടുക്കരുത്. ഞാൻ കുറേ പറഞ്ഞു ഏതൊക്കെ എടുക്കേണ്ടാത്ത റിസർവ്. ഇവിടെ പുതിയൊരു റിസർവ് വന്നിട്ടുണ്ടായി. എന്തേലും എക്സ്പോർട്ട്, വാട്ട് വാസ് ദ നെയിം, എന്തോ ഒരു പേരുണ്ടായിട്ടുണ്ട്.
നോ, എക്സ്പോർട്ട് പ്രോഫിറ്റ് റിസർവ് ഒക്കെ കണ്ടാലും എടുക്കരുത് കേട്ടോ. ആ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യനകത്ത് അതുണ്ട്. സോ ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഹറിബറി ചെയ്ത വീഡിയോ ആണ്, അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒന്നുമില്ല. ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. സോ അതിൻ്റെ ക്രസ് ഒന്നും കൂടെ പറയാം. ടേക്ക് ഓവർ ചെയ്താൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇനി ടേക്ക് ഓവർ ചെയ്തതിൽ എടുക്കണ്ടാത്തത്, അസറ്റ് സൈഡിൽ എടുക്കണ്ടാത്തത് നമ്മൾ പറഞ്ഞ ആ ഫിക്റ്റീഷ്യസ് അസറ്റിൽ കൂട്ടത്തിൽ പെടുന്ന സാധനങ്ങൾ. സംശയം വരിക ഗുഡ് വില്ല്, പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്, ഇത് എടുക്കണം. ഓക്കെ, പ്രിലിമിനറി എക്സ്പെൻസ് എടുക്കരുത്, പ്രീപെയ്ഡ് എക്സ്പെൻസ് എടുക്കണം. ഓക്കെ, അതേപോലെ തന്നെ എല്ലാ അസറ്റും ടേക്ക് ഓവർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ലാബിലിറ്റി സൈഡിൽ വരുന്ന റിസർവിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു സാധനങ്ങളും എടുക്കാൻ പാടില്ല. ബട്ട് ഞാൻ പറഞ്ഞതുപോലെയുള്ള പെൻഷൻ ഫണ്ട്, പ്രൊവിഡൻറ്റ് ഫണ്ട്, ദിസ് വൺ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, പിന്നെ എന്തായാലും പിന്നെ വർക്ക്മാൻ കോമ്പൻസേഷനിൽ ക്ലെയിം ചെയ്തത്. അതെ, വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട് തന്നെ ആണെന്നില്ല, എന്തിനെങ്കിലും ഒരു ക്ലെയിം വന്നിട്ടുണ്ടെങ്കിൽ ആ ക്ലെയിം വന്ന അത്രയും പാർട്ട് എടുക്കണം, ബാക്കി പാർട്ട് റിസർവ് ആയിട്ട് കാണണം. ഓക്കെ, ദാറ്റ്സ് ഓൾ. കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ അവിടെ ഒരു ലൈക്ക് തന്നാൽ വലിയ സന്തോഷം, കമൻറ്റ് ചെയ്താൽ സന്തോഷം. മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിയുമ്പോഴുള്ളൊരു ഹാപ്പിനെസ്. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. തിരക്കാണ്, എന്നാലും ഐ വിൽ ട്രൈ ടു do that also. Okay, thank you so much.